എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, നമ്മളിവിടുത്തെ ബറാബ ഓറഞ്ച് ഉപ്പിലിടുന്ന ഒരു വീഡിയോ. അപ്പോൾ ഒരു മാസമായിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം റെഡിയാക്കി ഇവിടെ എടുത്ത് വെളിയിൽ കൊണ്ട് വെച്ച് പൊട്ടിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഹായ് കൺമണി, കൺമണിക്കുട്ടിക്ക് ചെറിയ ഒരു ഉപവമുണ്ട്, പനി. അപ്പം കൺമണിയും ഞാനും കൂടെ ആയിരുന്നു അന്ന് അത് എല്ലാം റെഡിയാക്കി കാന്താരിയൊക്കെ അങ്ങോട്ടിട്ട് ഇട്ടത്. ഇപ്പം എന്തുവായി എൻ്റെ അവസ്ഥ എന്നറിയാം. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നത് പൊട്ടിക്കണം. പക്ഷേ ഒരു മാസം ഞാൻ വിചാരിച്ചു, ഒരു മാസം എന്തായാലും ഇരിക്കട്ടെ, ഇരുന്ന് കഴിഞ്ഞിട്ടേ എടുക്കുന്നുള്ളു. ദൈവമേ, നമുക്ക് തുറക്കാം തുറന്നേ. ഹായ് മണം നമ്മുടെ കാന്താരി ഇതങ്ങോട്ട് തുറന്നപ്പോഴുണ്ടല്ലോ, സത്യം പറയാമല്ലോ, ആ ഒരു മണം, ആ കാന്താരിയുടെയും ഉപ്പിൻ്റെയും പിന്നെ ബറാബയുടെയും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇത് പലതും ഉപ്പിലിടും, നെല്ലിക്ക അതേ കണക്ക്, ചീമ നെല്ലിക്ക അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും ഉപ്പിലിടുന്നതിൻ്റെ അതൊക്കെ ഉപ്പിലിടുമ്പോൾ അത് വേറെ ഒരു ഇതില്ല. പക്ഷെ അതേ കണക്കല്ല നമ്മൾ ബറാബ എന്ന് പറയുമ്പോൾ അത് വളരെ വ്യത്യസ്തതയായിട്ടുള്ളൊരു രുചിയാട്ടോ. അത് ഉള്ളവർക്ക് അറിയാമായിരിക്കും, ഇതിങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. എന്തായാലും ഇങ്ങനെ ഇളക്കും തോറും അടീന്ന് ആ കാന്താരിയുടെ മണം ഇങ്ങനെ ഇടിച്ച് കയറുന്നു. കൺമണി അതെ, ഉപ്പം നോക്കട്ടെ ഉപ്പിൻ്റെയൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഉപ്പ് ഉണ്ട്, എരിയുണ്ട്. കാന്താരി ഒത്തിരി ഒന്നും തരത്തില്ല ഇത് കേട്ടോ, ഇച്ചിരി ചേർത്തുള്ളൂ, ഇച്ചിരിയൊക്കെ തരത്തുള്ളൂ, ഒരുപാടൊന്നും കഴിക്കാൻ തരത്തില്ല. കൺമണിയുടെ വിചാരം കൺമണിക്ക് എന്നാ നമ്മള് ബറാബോ. അതിന് മുമ്പേ അങ്ങ് വായങ്ങ് തുറന്ന്, എനിക്ക് ഈ കാന്താരിയുടെ സ്മെല്ലേ അടിക്കുന്നത്. ഇത് കഞ്ഞിയൊക്കെ കുടിക്കാനേ ബെസ്റ്റാ. ഇതിന്റെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരാൾ ക്യാമറയുടെ പുറകെ നിന്നോണ്ട് കൈ കാണിക്കുന്നുണ്ട്, ഹരിക്കുട്ടൻ. എന്നാ ക്യാമറയുടെ ഫ്രണ്ട് വരാൻ നാണമുള്ള ഒരു പുത്രനാണ്. നോക്ക്, കൊള്ളാം മണി. അപ്പോൾ ഇത് മിക്കവാറും ഇപ്പം നഴ്സറികളിലെല്ലാം ഉണ്ട് കേട്ടോ, ബറാബ എന്ന് പറഞ്ഞ തൈ ഉണ്ട്. കുറച്ച് സ്ഥലം മതി, ഒരുപാട് സ്ഥലമൊന്നും വേണ്ട, ഇതങ്ങ് വലിയ ഇതായിട്ടൊന്നും പോകത്തില്ല. അപ്പോൾ ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാലേ നമ്മൾ നെല്ലിക്കായും മറ്റേതൊക്കെ ഉപ്പിലിടുന്നതിനെക്കാട്ടിയും നമ്മൾ ബറാബ ഉപ്പിലിടുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ ജ്യൂസേ ആ ബറാബയ്ക്കകത്തെ ആ സക്കല ആ ജ്യൂസ് ഇറങ്ങി ഈ വെള്ളത്തിനകത്താണ്. അപ്പോൾ ഈ വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഞാനത് നേരത്തെ പറഞ്ഞ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് ഈ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ സകല ഗുണവും ആ മണവും എല്ലാം അതിനകത്തുണ്ട്. ഞങ്ങളിത് ഏകദേശം ഒരു 10-11 വർഷത്തിന് മുമ്പ് മണ്ണൂത്തിന്നാണ് മേടിച്ചത്, തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ അത് കൊണ്ടുവന്ന് ഒരു വർഷത്തിനുള്ളിൽ ഇതിനകത്ത് കാ പിടിക്കാൻ തുടങ്ങി. അതൊക്കെ ചെറിയ ചെറുതായിട്ടൊക്കെ പിടിക്കത്തുള്ളായിരുന്നു. ഞാനിവിടെ ഇപ്പം കണ്ടില്ലയോ ഇഷ്ടം പോലെ, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആദ്യം ചെയ്തായിരുന്നു. അത് പിടിച്ചിങ്ങനെ ഒരുപാട് പിടിച്ച് ഇപ്പം നല്ലപോലെ പിടിക്കാൻ തുടങ്ങി. ഇവിടുന്ന് ഒരുപാട് പേര് ഇതിൻ്റെ തൈയൊക്കെ ഇവിടെ നിൽക്കുന്നത് കണ്ട് വേണോ റെഡിയുണ്ടോ തിന്നോ, തൈയൊക്കെ നിൽക്കുന്ന കണ്ട് ഒത്തിരി പേർക്ക് കൊണ്ടുപോയവർക്കെല്ലാം പിടിച്ചു തുടങ്ങി. എല്ലാവരും ഇതാണ് ഉപ്പിലിടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എവിടെന്നെങ്കിലും എല്ലാ നഴ്സറികളിലും കിട്ടും തൈ. അപ്പോൾ ഇത് സൂപ്പറായിട്ടുണ്ട്. എൻ്റെ വെള്ളം എന്നിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. എൻ്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ പൊളിയായിട്ടുണ്ട്. കുടിച്ചോണ്ടിരിക്കുന്ന ഇതാണ് കുടിച്ചോണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വയറ് എത്താൻ തുടങ്ങും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്.